ക്രിസ്മസ് ഒക്കെ ഇങ്ങെത്താറായില്ലേ? കരോളിന്റെ വൈബൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സ് മുഴുവൻ. അതിനിടയ്ക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. കാരണം ബോർഡ് എക്സാമിന് തൊട്ട് മുമ്പുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ആണ്. ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യുന്ന ഒരു എക്സാം ആണ് ക്രിസ്മസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. വളരെ പ്രാധാന്യത്തോടു കൂടെ നമ്മൾ കാണേണ്ട ഒരു എക്സാം കൂടിയാണ് ഈ ക്രിസ്മസ് എക്സാം. സോ ഈ ഒരു എക്സാം വളരെ മനോഹരമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ലെറ്റ് us ഡിസ്കസ് സം എക്സാം ടിപ്സ്. ഫസ്റ്റ് വൺ ഈസ് ടൈം മാനേജ്മെന്റ്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, അത് ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനുവേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പഠനത്തെ 25 മിനിറ്റ് വീതമുള്ള സൈക്കിളുകളാക്കി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഓരോ 25 മിനിറ്റ് കഴിയുമ്പോഴും 5 മിനിറ്റ് വീതം നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രേക്ക് എടുക്കുക, റിലാക്സേഷന് വേണ്ടിയിട്ട്. ഇങ്ങനെ 4 സൈക്കിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ 25 മിനിറ്റ് സമയവും വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. ദ സെക്കൻഡ് ടിപ്പ് ഈസ് പ്രിപ്പയർ സ്മാർട്ട് നോട്ട്സ്. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ വളരെ സിംപ്ലിഫൈ ചെയ്ത് ഓരോ പോയിന്റ് വൈസ് ആയിട്ടുള്ള നോട്ട്സ് ആയിട്ട് മാറ്റുക. ഇങ്ങനെ മാറ്റുന്നതിലൂടെ നമുക്ക് എന്ത് പറ്റും, എക്സാം ടൈം ആകുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ആ പോയിന്റ്സ് കവർ ചെയ്യാനും ഒന്നുകൂടെ റിവൈസ് ചെയ്യാനും സാധിക്കും. ദ തേർഡ് ടെക്നിക്ക് ഈസ് ആക്റ്റീവ് റീകോൾ മെത്തേഡ്. നമ്മൾ ഒരുപാട് പഠിച്ചത് കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ആ പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ റിവിഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ പഠിക്കും, പക്ഷേ പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചെയ്യില്ല, ഓർമ്മ കിട്ടില്ല. സോ അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ എന്ത് ചെയ്യുക, ഒന്ന് കവറപ്പ് ചെയ്ത് പോവുക. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ആഴ്ച പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ കവർ ചെയ്യുക. ഇങ്ങനെ റിവൈസ് ചെയ്യുന്നതിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മെമ്മറിയെ സ്റ്റേബിൾ ആക്കി നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഈ ഒരു മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എക്സാമിന് വളരെ സൂപ്പർവായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. സോ ഗെറ്റ് റെഡി ടു മേക്ക് എ മാർക്ക് ഇൻ ദ ക്രിസ്മസ് എക്സാമിനേഷൻ. ഫോർ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഡു ഫോളോ ലക്ഷ്യ സ്കൂൾ പ്ലസ്.